കേരളത്തിൽ കോവിഡ് കേസുകളിൽ വർധന. കഴിഞ്ഞ തിങ്കളാഴ്ച 104 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം ബാധിച്ച് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു. രാജ്യത്താകെ ചികിത്സയിലുള്ള 587 കോവിഡ് രോഗികളിൽ 430 എണ്ണവും കേരളത്തിലാണ്. വിവരങ്ങളുമായി PR പ്രവീണ നമുക്കൊപ്പം. PR പ്രവീണ, രാജ്യത്തെ ആകെ കേസുകളിൽ ഏറിയ പങ്കും കേരളത്തിലായിരിക്കുന്നതാണ് നിലവിലെ സാഹചര്യം. നിയന്ത്രണങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയാണ് ആരോഗ്യവകുപ്പ് നിലവിലെ സാഹചര്യത്തെ വിലയിരുത്തുന്നത്? കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനയുണ്ട്. ആക്ടീവ് കേസുകളുടെ എണ്ണം തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 100 കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് 430 ആക്ടീവ് കേസുകൾ കേരളത്തിൽ ഒട്ടാകെ ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് വരുന്നത്. ഇന്ത്യയിൽ തന്നെ റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ 3/4 പങ്കും കേരളത്തിലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ തരംഗമുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. പക്ഷേ നിയന്ത്രണങ്ങൾ ആവശ്യമില്ല. എന്നാൽ മറ്റുള്ള രോഗങ്ങളുള്ളവരും പ്രായമായവരും കൃത്യമായി മാസ്ക് ധരിക്കണം, കൈ കഴുകണം തുടങ്ങിയ നമ്മൾ തുടക്കത്തിലുള്ള ശീലങ്ങളിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളതാണ്. മാസ്ക് പ്രായമായവരും അതുപോലെ തന്നെ മറ്റു രോഗങ്ങളുള്ളവരും കൃത്യമായി ധരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ആശുപത്രികളിൽ ICU സംവിധാനം ബലപ്പെടുത്താനും ഐസൊലേഷൻ ബെഡുകളുടെ എണ്ണം കൂട്ടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കിടത്തി ചികിത്സ B കാറ്റഗറി കിടത്തി ചികിത്സ ആവശ്യമായ രോഗികളുടെ എണ്ണമാണ് ഇപ്പോൾ കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കുന്നതിനൊപ്പം തന്നെ ഈ കിടത്തി ചികിത്സ ആവശ്യമായി വരുന്ന രോഗികളെ താലൂക്ക്, ജില്ലാ, ജനറൽ ആശുപത്രിയിലേക്ക് വേണം റഫർ ചെയ്യാനുള്ള നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ഓക്കെ പ്രവീണ.